tripping, get you right. Shawty look good in the moonlight. All this pussy looking so bad, my. കംഫർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോക്സ് വാഗൻ എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ 2026 ഫേസ് ലിഫ്റ്റ് തൈഗൂണാണ് നമ്മുടെ കൂടെയുള്ളത്. ഏപ്രിൽ 9-നാണ് ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിൻ്റെ സ്പെക്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഇല്ലുമിനേറ്റഡ് ലോഗോ വന്നിട്ടുണ്ട്, ഒരു കണക്റ്റഡ് DRL വന്നിട്ടുണ്ട്. പഴയ തൈഗൂണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ക്ലോസ്ഡ് എലമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ ഡാം യൂണിറ്റും അതേപോലെ തന്നെ ക്ലോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു മാറ്റം എന്താണെന്നറിയോ, ഈ LED ഹെഡ് ലാമ്പാട്ടോ. പഴയ തൈഗൂണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ലെവലിംഗ് ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നല്ല വിസിബിലിറ്റി ഉണ്ടാവും കേട്ടോ. ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അലൂമിനിയം ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ഡാം യൂണിറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഈ വണ്ടിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ യാതൊരുവിധ മാറ്റവും പഴയ തൈഗുണ അപേക്ഷിച്ച് നമുക്ക് കാണാനില്ല. വേറൊരു മാറ്റമുള്ളത് അലോ വീൽസാണ്. നല്ല ഡയമണ്ട് കട്ട് അലോയ്സ് ഒരു പ്രത്യേക തരം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പഴയ തൈഗുണ്ട പോലെ തന്നെ ഒരു GT ബാഡ്ജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ മിററാണ് സൈഡിൽ വന്നിട്ടുള്ളത്. റൂഫ് റെയിൽസൊക്കെ ഫങ്ഷനബിൾ ആട്ടോ. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കണക്റ്റഡ് LED ടൈൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോക്സ് വാഗൻ്റെ ഒരു ഇല്ലുമിനേറ്റഡ് ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൾജി ആയിട്ടുള്ള ഒരു ബമ്പർ യൂണിറ്റ് ഉണ്ട്. പഴയ തൈഗുണിലുള്ള പോലെ തന്നെ സ്പോയിലർ ഉണ്ട്, വൈപ്പറുണ്ട്. അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് 385 ലിറ്റേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിൻ്റെ ഇന്റീരിയർ പ്രൊഫൈൽ കൂടി ചെക്ക് ചെയ്യാം. ബാ, പഴയ തൈഗുണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്റീരിയർ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഡോർ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ലെതർ റാപ്പിഡ് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഓട്ടോ ഫോൾഡ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കൺട്രോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻ സിസ്റ്റം പുതുതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇൻഫോർടൈൻ സിസ്റ്റം നമുക്ക് ഒട്ടും ലാഗില്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻഫോർടൈൻ സിസ്റ്റത്തിൻ്റെ പോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫങ്ഷനബിളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് സൈഡിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ 4 പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിലെയും ബാക്കിലെയും നമുക്ക് ഈ ഇൻഫോർടൈൻ സിസ്റ്റത്തിൽ കാണാൻ പറ്റും കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നി. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഈ ഒരു കളർ ട്യൂണിൽ വന്നുകൊണ്ട് തന്നെ വണ്ടി ഒരുപാട് സ്പേഷ്യസ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. മാത്രമല്ല 2 സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. പഴയ തൈഗുണ പോലെ തന്നെ ഓട്ടോമാറ്റിക് AC കൺട്രോൾ, അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇൻഫോർടൈൻ സിസ്റ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ തൈഗുൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ മറ്റു വാഹനങ്ങളിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള വിശാലമായ ഒരു പാനോരമിക് സൺറൂഫ് ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. Get you right. Shawty look good in the moonlight. All this pussy looking so bad, my. 148 ഹോഴ്സ് പവറും 280 Nm ടോർക്കും വരുന്ന ഈ വണ്ടിക്ക് 7 സ്പീഡ് ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ആണ് കേട്ടോ വരുന്നത്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ, 4 സിലിണ്ടറുള്ള ഈ വാഹനം നമ്മളൊരു ലിമിറ്റഡ് RPMൽ വണ്ടി ഓടിക്കുമ്പോൾ 2 സിലിണ്ടേഴ്സ് ഓഫ് ആവട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് പ്രതീക്ഷിക്കാം. 2 സിലിണ്ടർ ഓഫ് ആകുന്നത് നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലസ്റ്ററിൽ കാണാൻ വേണ്ടി കഴിയൂട്ടോ. നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനം ടൈഗുണ്ട GT വേരിയൻ്റാണ്.
GT വേരിയൻറ്റിൽ 7 സ്പീഡ് DSG ഗിയർ ബോക്സിൽ 1.5 ലിറ്ററിൽ ഉള്ള എഞ്ചിനാണ് വരുന്നത്. ഈ വാഹനത്തിന് മറ്റൊരു എഞ്ചിനും കൂടെ വരുന്നുണ്ട്. 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിൽ വരുന്ന 8 സ്പീഡ് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു എഞ്ചിന് കൂടെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യം പിന്നെ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. വോക്സ് വാഗൻ ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ് വണ്ടി. ഈ വാഹനം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് മലപ്പുറത്തുള്ള ഫെനിക്സ് വോക്സ് വാഗൻ ആട്ടോ. നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻറ്റീരിയർ വൈസ് ആയാലും എക്സ്റ്റീരിയർ ആയാലും ഈ വാഹനം അതിമനോഹരമായിട്ട് വോക്സ് വാഗൻ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ടുഡേ വി ആർ വൈൻഡപ്പിംഗ് ഹിയർ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. Shawty look good in the moonlight. All this pussy looking so bad, my spotlight, moonlight. Make a white drink and get your mood right.